അല്ല, കേരളത്തിൽ ഇനിയിപ്പോൾ പ്രതിപക്ഷ നേതാവ് ആരാ? അതാ എനിക്കറിയണത്. പ്രതിപക്ഷ നേതാവ് ആരാ കേരളത്തിൽ? നിങ്ങൾ അതാരും ചോദിക്കുന്നില്ലല്ലോ. കേരളത്തിലൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ, വൈകിട്ട് 5 മണി മുതൽ പത്രസമ്മേളനം നടത്തിയിരുന്നു. നിങ്ങളുടെ പ്രധാനപ്പെട്ട പ്രൈം ടൈമിൽ മുഴുവൻ പത്രസമ്മേളനം നടത്തി അല്ലേ? മഴ പെയ്ത് കഴിഞ്ഞാൽ കുട ചൂടണം, അതുപോലെ തന്നെ കറണ്ട് പോയി കഴിഞ്ഞാൽ മെഴുതി കൊളുത്തണം എന്നൊക്കെ ഉപദേശിച്ചിരുന്ന മുഖ്യമന്ത്രി ഉണ്ടല്ലോ. അതേ എവിടെയാ ഇപ്പൊ കാവൽ മുഖ്യമന്ത്രി? അതേ നിങ്ങളെ കാണുന്നുണ്ടോ? അഭിപ്രായം പറയുന്നുണ്ടോ? ഈ പരാജയത്തെ സംബന്ധിച്ച് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട് മുങ്ങിയതല്ലേ? എന്താ മറുപടി പറയാത്തത്? അതല്ലേ നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത്? 10 വർഷം ഭരിച്ച ഒരാൾ, കേരളം ഭരിച്ച ഒരാൾ, CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രത്തിൽ എങ്ങനെയാ ജയിച്ചത്? കഷ്ടപ്പെട്ട് അല്ലേ? വാരണാസിയിൽ നരേന്ദ്രമോദി എന്താണോ അനുഭവിച്ചത് അതിന്റെ ഒരു തുടർച്ചയല്ലേ ധർമ്മടത്ത് കണ്ടത്? വാരണാസിയും ധർമ്മടവും ഒരുപോലെയാണ് അല്ലേ? വാരണാസിയിൽ നരേന്ദ്രമോദിക്ക് ജനങ്ങൾ കൊടുത്തൊരു മെസ്സേജ് ഉണ്ട്. എത്ര വലിയ ഏകഛത്രാധിപതിയാണെങ്കിലും ആത്യന്തികമായി ജനാധിപത്യത്തിന് ജനങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടെന്നൊരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. അതാണ് ധർമ്മടത്ത് കണ്ടത്. ഒരു സംശയമുണ്ട്, അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നരേന്ദ്രമോദിയുടെയും അവസ്ഥ ഇത് തന്നെയായിരിക്കും. ഏറ്റവും വലിയ ആന്റി ഇൻകംബൻസിയുടെ പീക്കിലാണ് ഇരിക്കുന്നത്. എന്റെ പഴയ പാർട്ടിക്കാർ പലരും ബംഗാളിലെ തെരഞ്ഞെടുപ്പ് ഫലമൊന്നും കണ്ടിട്ട് ഇപ്പോൾ സൂചിച്ചിരിക്കണ്ട. കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള വലിയ ജനവികാരം ജനങ്ങൾക്കിടയിലുണ്ട്. ഞാൻ 100% ഉറപ്പിച്ചു പറയുന്നു, അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി ഇപ്പോൾ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി BJP-യുടെ പതനം ഉറപ്പാണ്. കേരളത്തിലേതുപോലെ തന്നെ ഒരു വലിയ തരംഗത്തോടുകൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യത്ത് അധികാരത്തിൽ തിരിച്ചു വരും.